കേരളം ഏറെ ഉറ്റുനോക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രസ്താവിച്ചത് ഒരു വനിതാ ജഡ്ജിയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ്. ഏതാണ്ട് 438 ദിവസത്തോളം നീണ്ടുനിന്ന വിസ്താരവും നിരവധി നാടകീയ സംഭവ വികാസങ്ങളും കൊണ്ട് തന്നെ ഈ കേസ് ആരും മറന്നു പോകില്ല. മാത്രമല്ല, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെല്ലാം തന്നെ പ്രമുഖരുമാണ്. ഇനി എങ്ങനെയാണ് ഈ വനിതാ ജഡ്ജിയിലേക്ക് ഈ ഒരു കേസ് എത്തപ്പെടുന്നത്? ഹൈക്കോടതി ജഡ്ജായിരുന്ന ഡോക്ടർ കൗസർ എടപ്പകത്തിന്റെ കോടതിയിലാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ഇതിനിടയിൽ വിചാരണയ്ക്കായിട്ട് ഒരു വനിതാ ജഡ്ജിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി തന്നെ ഹർജി നൽകുന്നു. നടിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതിനെ തുടർന്ന് അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. വനിതാ ജഡ്ജിയെ നിയമിച്ച വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ വളരെയധികം നാടകീയ രംഗങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. ജഡ്ജി പക്ഷാപാതപരമായിട്ട് പെരുമാറുന്നു എന്നായിരുന്നു അതിജീവിതയായിട്ടുള്ള നടിയും സംസ്ഥാന സർക്കാരും ആരോപിച്ചത്. ജഡ്ജിയെ മാറ്റണമെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അവർ ഹൈക്കോടതിയിലേക്ക് ഹർജി നൽകി. ഹൈക്കോടതി ഈ ആവശ്യം നിരാകരിക്കുന്നു. വിചാരണയ്ക്കിടെയാണ് ഹണി എം വർഗീസിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. ഇതോടെ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണയും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ കേസിൽ വിധി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഒരു പട്ടം ഹണി എം വർഗീസിന് ചാർത്തപ്പെട്ടു. അത് ക്രിസംഗി എന്നുള്ളതാണ്. സത്യത്തിൽ ഇതാദ്യമായിട്ടാണോ ഇത്തരത്തിലുള്ള വിധികൾ അവർ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ഹണി എം വർഗീസിന്റെ കുടുംബ ബന്ധങ്ങളും ഈ ഒരു വിഷയത്തിൽ പല വിവാദങ്ങൾക്കുമൊക്കെ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിലെ CPM മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വർഗീസിന്റെ മകളാണ് ഹണി എം വർഗീസ്. CPM പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളിൽ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് ഇവർ വിധി പ്രസ്താവിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഇവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഈ ജഡ്ജിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിമർശനം. കിഴക്കമ്പലത്ത് 2020 പ്രവർത്തകനായിട്ടുള്ള ദീപുവിനെ CPM പ്രവർത്തകർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് നമ്മൾ ആരും മറന്നു കാണില്ല. ആ കേസും ഇവർ തന്നെയാണ് വാദം കേട്ടത്. ഇവർ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണെന്നും അതുകൊണ്ട് ഈ കേസിൽ നീതി ലഭിക്കില്ല എന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ദീപുവിൻ്റെ അച്ഛൻ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു. ഈ കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഹണി എം വർഗീസ് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിട്ടുള്ള CPM പോസ്റ്ററുകളായിരുന്നു അന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ കേരള ഹൈക്കോടതി CPMുമായിട്ടുള്ള ഹണിയുടെ ബന്ധത്തെക്കുറിച്ച് ഉത്തരവിൽ ചില പരാമർശങ്ങളൊക്കെ കോടതി നടത്തിയിരുന്നു. അതിനെതിരെ ഹണി എം വർഗീസ് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ആ ഭാഗങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റൊരു കേസുണ്ട്. അതും നമ്മളേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. മറുനാടൻ ഷാജനെതിരായിട്ടുള്ള കേസ്. ഷാജൻ സ്കറിയക്കെതിരെ PV ശ്രീനിജൻ നൽകിയിട്ടുള്ള ജാതി അധിക്ഷേപ കേസിലും ഷാജന്റെ ജാമ്യാപേക്ഷ ആദ്യം എത്തിയത് ഹണി എം വർഗീസിന്റെ മുന്നിൽ തന്നെയാണ്. അന്ന് അവർ ആ ജാമ്യാപേക്ഷ തള്ളുകയും പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഷാജൻ സ്കറിയ ജാമ്യം നേടുന്നത്. അവർ ആരോടും കൈക്കൂലി വാങ്ങുന്ന സ്ത്രീ ആണെന്നുള്ളത് ഇതിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ജുഡീഷ്യൽ സർവീസിൽ അത്യാവശ്യം മതിപ്പുള്ള കേരളത്തിലെ ജഡ്ജിമാരിൽ ഒരാളായിട്ട് തന്നെ നമുക്ക് ശ്രീ ഹണി എം വർഗീസിനെ ചൂണ്ടിക്കാണിക്കാനും കഴിയും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം പ്രതിഭാഗവും പിന്നീട് വാദിഭാഗവും ഒക്കെ ഹണിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷന് കോടതിയിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ആരോടും പ്രീണനമൊന്നുമില്ലാതെ വളരെ നീതിയുക്തമായിട്ട് പല കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ള വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ജഡ്ജിയാണ് ഈ ഹണി എം വർഗീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ പ്രോസിക്യൂഷൻ ഒപ്പം നിന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ പരാജയം മറച്ചു വയ്ക്കാനായിട്ട് കള്ളക്കഥകൾ മെനയുകയും അവർക്കെതിരെ ദുരാരോപണങ്ങൾ പടച്ചുവിടുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ജഡ്ജിൻ്റെ
പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള നീതിയുക്തമല്ലാത്ത ഒരു ഇടപാടുകളും ഒരു കാര്യങ്ങളും ചെയ്യാത്ത ഒരു ജഡ്ജാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട ഒരു കേസിൽ വിധി അംഗീകരിക്കുന്നില്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോവുകയോ അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ ആ വിധി അംഗീകരിക്കുകയോ അല്ലാതെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് പകരമാണ് ഇപ്പോൾ ഹണി എം വർഗീസിനെ ക്രിസംഗി പട്ടം ചാർത്തിക്കൊണ്ടുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും കൃത്യമായിട്ടുള്ള താല്പര്യത്തോടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ വാർത്താ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഹണി എം വർഗീസ് തൃശ്ശൂർ ജില്ലക്കാരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. CPM സംസ്ഥാന സമിതി അംഗവും മുൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള MM വർഗീസിന്റെ മകളാണ് ഹണി എം വർഗീസ്. ഔദ്യോഗിക ജീവിതം അഭിഭാഷക എന്നുള്ള നിലയിൽ അവർ ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള KB മോഹൻദാസിന്റെ ജൂനിയർ ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം അവർ ആരംഭിക്കുന്നത്. 2012 ജില്ലാ സെഷൻസ് ജഡ്ജിയായിട്ട് ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിക്കുന്നു. എറണാകുളം CBI സ്പെഷ്യൽ കോടതി ജഡ്ജായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് 2021 എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത്. നിലവിൽ എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഈ ജഡ്ജ് വരുന്നത് തന്നെ. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാടകീയ രംഗങ്ങൾക്കിടയിലാണ് ഈ ഒരു വിധി പ്രസ്താവവും വരുന്നത്. കോടതിയുടെ മുമ്പിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ജഡ്ജും വിധി പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്ന അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഹണി എം വർഗീസ് വരുന്നത്. ആ സമയത്ത് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജ് ഇവരായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറെ വിവാദങ്ങൾക്കും മാധ്യമ ശ്രദ്ധയും ഒക്കെ ലഭിച്ച കേസാണിത്. ദീർഘകാലം 438 ദിവസത്തോളമാണ് ഇതിന്റെ വിചാരണയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത്. വിചാരണ നടപടികൾക്കിടെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേസിന്റെ ഗൂഢാലോചനാവാദത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴികൾ ദിലീപിനെയും ഒപ്പമുള്ളവരെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുകയും സാക്ഷി വിസ്താരം നിർത്തിവെച്ച് തുടരന്വേഷണം നടത്താനായിട്ട് കോടതി ഉത്തരവിടുകയും കൂടി ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായിയുമായിട്ടുള്ള ശരത് G നായർ അടക്കം പ്രതിയാകുകയും തുടർന്ന് പുതിയ കുറ്റപത്രം സമർപ്പിച്ചാണ് ഈ വിചാരണ പുനരാരംഭിക്കുന്നത് പോലും. ആകെ 438 ദിവസം നീണ്ടുനിന്ന വിസ്താരത്തിൽ 261 സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു. ഒടുവിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതിവേഗം നടപടികൾ പൂർത്തിയാക്കാനാണ് കോടതി ഇപ്പോൾ ഈ കേസിൽ വിധി പ്രസ്താവിച്ചത്. എന്തായാലും ഈ ഒരു വിധി പ്രസ്താവിച്ചതിന് ശേഷം ഈ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ഉത്തരവ് ചോർന്നതായി ആരോപിച്ച ഒരു ഊമക്കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജഡ്ജി ഹണി എം വർഗീസ് സുഹൃത്തായിട്ടുള്ള ഷേർലിയെ കൊണ്ട് വിധി തയ്യാറാക്കുകയും ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെ കാണിച്ച് ഈ കേസിൽ കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹണി എം വർഗീസിന് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരുടെ പിന്തുണയുണ്ട് എന്നുകൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. കത്ത് അന്വേഷണത്തിനായിട്ട് വിജിലൻസ് രജിസ്ട്രാർക്കോ മറ്റേതെങ്കിലും ഏജൻസികൾക്കോ കൈമാറണമെന്ന് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ഈ ഹർജിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്രത്തോളം ആരോപണങ്ങൾ ഒരു കേസിനെ തുടർന്ന് നേരിടുന്ന ഒരു ജഡ്ജ് വേറെയുണ്ടാകില്ല. എന്നാൽ ഇവർ വളരെ നീതിയുക്തമായിട്ടാണ് ഈ കാര്യത്തിൽ ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇക്കാര്യത്തിൽ പ്രാഗൽഭ്യമുള്ളവരെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.